കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മള് പറഞ്ഞത് 120 വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 120 വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് എടുത്തോ. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. ഒന്ന് 122, 122 കേട്ടോ. 122, 122, 123 കേട്ടോ. 123, 124, 127, 129, 130, 135, 141, 142. ഓക്കെ, ഒന്നുകൂടെ പറയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാണ്. 122, 122, 123, 124, 127, 129, 130, 135, 141 and 142. കിട്ടിയില്ലേ? കിട്ടിയില്ലേ നമ്പേഴ്സ്? ഓക്കെ, വായിക്കാം നമുക്കെന്നാ. ക്യാപിറ്റൽ ആണ് H and H കേട്ടോ. H and H. ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റ് കേട്ടോ. എന്താണ് ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റ്? ഹീമോഗ്ലോബിൻ അറിയാലോ നമുക്ക്, നമ്മുടെ എന്താണ് ബ്ലഡില് HB അല്ലെ, ഈ പറയുന്ന ബ്ലഡിന് ചുവന്ന നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് അല്ലെ ഹീമോഗ്ലോബിൻ. അതുപോലെ തന്നെ ഹീമോക്രിറ്റ് കേട്ടോ, ഹെമാറ്റോക്രിറ്റ്. ഹീമോക്രിറ്റ് അല്ല, ഹെമാറ്റോക്രിറ്റ് കേട്ടോ. എന്താണ് ഹെമാറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാൽ? ഇസ് ദ പെർസെന്റേജ് ബൈ വോളിയം ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ യുവർ ബ്ലഡ് കേട്ടോ. അതായത് RBCയുടെ അളവാണ്. പെർസെന്റേജ് ബൈ വോളിയം. ഓക്കെ, പെർസെന്റേജ് ബൈ വോളിയം ഓഫ് RBC ആണ് ഹെമാറ്റോക്രിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ H and H എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റ്. ഓക്കെ, അടുത്തതാണ് H and P. ഓക്കെ, H and P എന്താണ്? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ആണ് കേട്ടോ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. ഓക്കെ, അടുത്തതാണ് H/A. ഓക്കെ, H/A. ഹെഡ് ഏക്ക് കേട്ടോ. എന്താണ്? ഹെഡ് ഏക്ക് കേട്ടോ. H/A എന്ന് പറയുന്നത് ഹെഡ് ഏക്ക് ആണ്. HB, ക്യാപിറ്റൽ H സ്മോൾ ലെറ്റർ B ആണ്. HB എന്താണ്? ഹീമോഗ്ലോബിൻ. എന്താണ്? ഹീമോഗ്ലോബിൻ. അടുത്തതാണ് HCT. എന്താണ്? HCT, ഹിമാറ്റോക്രിറ്റ്. എന്താണ്? ഹിമാറ്റോക്രിറ്റ് കേട്ടോ. നേരത്തെ നമ്മൾ H and H പറഞ്ഞ എന്തിനാ? ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റ്. അപ്പൊ അതിനകത്ത് HGB എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ. HGB ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. ഇവിടെ വരുന്ന HGB ഹീമോഗ്ലോബിൻ ആണ്. HB എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. ഇനി HCT ഹിമാറ്റോക്രിറ്റ്. HG എന്താണ്? മെർക്കുറി. നമ്മൾ നേരത്തെ കാൽസ്യം പഠിച്ചു, ക്ലോറൈഡ് പഠിച്ചു, അയൺ പഠിച്ചു അല്ലെ. അതുപോലെ മെർക്കുറിയുടെ സിംബൽ എന്താണ്? അബ്രിവിയേറ്റഡ് HG ആണ് കേട്ടോ. ക്യാപിറ്റൽ H സ്മോൾ ലെറ്റർ G ആണ്. അടുത്തത് HGB. നോക്കുക, HGB ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. അപ്പൊ HB എന്നും പറയാം, HGB എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഹീമോഗ്ലോബിൻ. അടുത്തതാണ് HH കേട്ടോ. HH എന്ന് പറഞ്ഞാല് വിളിച്ചു ഹിമാറ്റോക്രിറ്റിന്റെ കാര്യമാണോ പറയുന്നത്? അടുത്തതാണ് HH. മാറിപ്പോവരുത്. H and H ആണെങ്കിൽ ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റ് ആണ്. ഇനി ഇടയില് വേറെ ആൻഡ് ഒന്നുമില്ല, HH ആണ് കേട്ടോ. രണ്ട് അടുപ്പിച്ചാണ്, ക്യാപിറ്റൽ HH. ഹിയാറ്റൽ ഹെർണിയ. എന്താണ്? ഹിയാറ്റൽ ഹെർണിയ. ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റൊമക് ഹെർണിയ ആണ് കേട്ടോ. സ്റ്റൊമക് ഹെർണിയ ആണ്. അതായത് ശരിക്കും പറഞ്ഞത് പാർട്ട് ഓഫ് ദ സ്റ്റൊമക് ഉണ്ടല്ലോ, സ്റ്റൊമക്കിന്റെ ഭാഗം എന്താണ്? ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് എന്താ പറയുക, ബൾജ് ചെയ്ത് വരുന്ന അവസ്ഥ. അതാണ് ഹിയാറ്റൽ ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റൊമക് ഹെർണിയ ആണ്. സ്റ്റൊമക്കിന് വരുന്ന ഹെർണിയ, സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് ഇങ്ങനെ എന്താ പറയുക ബൾജ് ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ ഹിയാറ്റൽ ഹെർണിയ, HH കേട്ടോ.
അടുത്തതാണ് HIV. HIV നമുക്കറിയാലോ എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതാണ് എന്ത്? HIV. ഓക്കെ. അടുത്തതാണ് H2O. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ CO2 പറഞ്ഞ പോലെയാണ്. 2 നേരെയല്ല വരിക, 2 ശരിക്കും പറഞ്ഞ താഴെയായിട്ടാണ് വരിക, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ H2O എന്ന് പറയുമ്പോൾ H2 വരുന്നത് Hന്റെ താഴെയായിട്ടാണ് കേട്ടോ വരിക. Hന്റെ താഴെ നേരെയാണ് കൊടുത്തിരിക്കുന്നത്. H2O എന്ന് പറയുമ്പോൾ H2 എന്താ? വാട്ടർ അല്ലെ? വാട്ടർ. അടുത്തതാണ് H2O2. അത് ഇതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ്. H അടിയിൽ 2, O അടിയിലായിട്ട് വലതുവശത്ത് 2, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ മറ്റേ കുഴിനൊക്കെ വരില്ലേ കയ്യില്? അല്ല, കയ്യിലും കാലിലൊക്കെ വരില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മള് ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് കഴിഞ്ഞാൽ പതഞ്ഞു വരും. അതിനകത്തുള്ള അടിവുകളൊക്കെ ഇങ്ങനെ പതപ്പിച്ച് കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തതാണ് HPI. ഓക്കെ, HPI എന്ന് പറഞ്ഞാല് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് എന്നാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് കേട്ടോ, HPI. ഓക്കെ. അടുത്തതാണ് HR, അവർ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സ്മോൾ h പഠിച്ചിരുന്നു, അതും അവർ തന്നെയാണ്. HR എന്ന് പറഞ്ഞാലും അവർ തന്നെയാണ് കേട്ടോ, അവർ. ഓക്കെ. HX എന്താണ്? അറ്റ് ബെഡ് ടൈം. എന്താണ്? അറ്റ് ബെഡ് ടൈം. ഓക്കെ. HTN ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ അല്ലെ? ഹൈ ബ്ലഡ് പ്രഷർ ആണ്, അതെന്നെ വെച്ചു ഹൈപ്പർ ടെൻഷൻ. HX ഹിസ്റ്ററി. നമ്മൾ നേരത്തെ FHX പഠിച്ചത് ഓർമ്മയുണ്ടോ? FHX ഫാമിലി ഹിസ്റ്ററി പഠിച്ചില്ലേ? FHX അതിനകത്ത് F വരുമ്പോൾ ഫാമിലി, HX എന്തായിരിക്കും? ഹിസ്റ്ററി ആയിരിക്കും അല്ലെ? ഓക്കെ, HX ഹിസ്റ്ററി. HZ എന്താണ്? ഹെഡ്സ്. HZ എന്താണ്? ഹെഡ്സ്. അതായത് നമ്മുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് കേട്ടോ, ഹെഡ്സ്. ഓക്കെ, HZ ഹെഡ്സ്. അടുത്തതാണ് I and O. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഇതാണ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് കേട്ടോ. I and O, ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. അടുത്തതാണ് IC. എന്താണ്? ഇൻട്രാകാർഡിയാക് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ഇറിറ്റബിൾ കോളൻ. അപ്പൊ 3 എക്സ്പാൻഷൻ ഉണ്ട്. ഇൻട്രാകാർഡിയാക് അഥവാ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ഇറിറ്റബിൾ കോളൻ. അതായത് ഇറിറ്റബിൾ കോളൻ എന്ന് വെച്ചാൽ അബ്ഡോമിനൽ പെയിൻ ആണ് കേട്ടോ. അതായത് അബ്ഡോമിനൽ പെയിൻ ആണ് ഉദ്ദേശിക്കുക. കോളൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വൻകുടലിന്റെ മെയിൻ ഭാഗമാണ് കേട്ടോ. കോളൻ എന്ന് പറയുന്നത് ഇന്റസ്റ്റൈനിന്റെ ഭാഗമാണ് കേട്ടോ. എന്തൊക്കെയാണ് എക്സ്പാൻഷൻ? ഇൻട്രാകാർഡിയാക് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഇറിറ്റബിൾ കോളൻ. ഓക്കെ. അടുത്തതാണ് ICP. എന്താണ്? ICP അതായത് ഇൻട്രാക്രാനിയൽ പ്രഷർ. എന്താണ്? ഇൻട്രാക്രാനിയൽ പ്രഷർ. ക്രാനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാനിയൽ തലയോട്ടിയാണ്, ഇത് തലയോട്ടി. അപ്പൊ ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആണ് കേട്ടോ. ക്രാനിയം നമ്മുടെ എന്താ പറയാ തലയോട്ടി, മസ്തിഷ്കം, അതിനകത്ത് വരുന്ന ഒരു പ്രഷർ ആണ് ICP, ഇൻട്രാക്രാനിയൽ പ്രഷർ. അതന്നെ. ഓക്കെ. അടുത്തതാണ് ICU. അറിയാലോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തതാണ് IDDM. ഓക്കെ, IDDM ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് കേട്ടോ. ഓക്കെ, എന്താണ്? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 പ്രമേഹമാണ് കേട്ടോ. ടൈപ്പ് 1 പ്രമേഹമാണ് IDDM, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ. അടുത്തതാണ് IM എന്താണ്? ഇൻട്രാമസ്കുലാർ. എന്താണ്? ഇൻട്രാമസ്കുലാർ. ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഇൻ ടു ദ മസിൽ ആണ് കേട്ടോ. ഇൻട്ര എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്ററും ഇൻട്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻട്ര എന്ന് പറയുമ്പോൾ ശരിക്കും വിത്ത് ഇൻഡാന്നാണ് കേട്ടോ, അതിനടുത്ത് വിത്ത് ഇൻഡ. ഓക്കെ. അപ്പൊ ഇൻട്രാമസ്കുലാർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻ ടു ദ മസിൽ ആണ് കേട്ടോ. ഇൻ ടു ദ അതായത് മസിലിന് അകത്തോട്ട് നമ്മൾ കൊടുക്കില്ല, ആ ഒരു രീതിയിലാണ് ഇൻട്രാമസ്കുലാർ എന്ന് പറയുന്നത്. IM എന്നാണ് കേട്ടോ. അബ്രീവിയേറ്റഡ് ഫോം എന്താണ്? IM ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്തത് 122, 123, 124, then 127, 129, 130, 135, 141 and 142. Okay.
നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം. മാർക്ക് ചെയ്തോളൂ. അടുത്തത് കേട്ടോ 147 147 കേട്ടോ 147 152 152 കേട്ടോ 152 153 153 161 161 164 164 കിട്ടിയോ? ഒന്നുകൂടെ പറയാണ്. 147 152 153 161 and 164 കറക്റ്റ് ആണ് കേട്ടോ. ഇറ്റി കറക്റ്റ് ആണ്. വായിക്കാം. IO. ഓക്കെ, IO എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇൻട്രാഓസിയസ് കേട്ടോ. ഇൻട്രാഓസിയസ്. ഇൻട്രാഓസിയസ് എന്താണ് ഇൻട്രാഓസിയസ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇൻജെക്ടിങ് ഡയറക്ട്ലി ഇൻ ടു ദ ബോൺ മാരോ ഉണ്ട് കേട്ടോ. നമ്മൾ ഇൻട്രാ എന്ന് പറഞ്ഞല്ലോ, ഐ എന്ന് പറയുമ്പോൾ ഇൻട്രാ മസ്കുലർ, ഇൻട്രാ എന്ന് പറയുമ്പോൾ വിത്തിൻ അത് നമ്മൾ ഡയറക്ട്ലി ഇൻ ടു ദ മസിൽ ആണെങ്കിൽ, IO എന്ന് പറഞ്ഞ ഇൻട്രാഓസിയസ്. ഇൻട്രാഓസിയസ് എന്ന് പറഞ്ഞാല് ഡയറക്ട്ലി ഇൻ ടു ദി ബോൺ മാരോ കേട്ടോ. ബോൺ മാരോ അസ്ഥിമജ്ജ വെക്കില്ലേ, അതിനകത്തേക്ക് ഇൻ ടു ദ ബോൺ മാരോ. ഓക്കെ, അതാണ് IO. അടുത്തതാണ് IPPB. എന്താണ് IPPB? ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. എന്താണ് ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്? ഓക്കെ, ഇത് റെസ്പിറേറ്ററി ഒരു റെസ്പിറേഷൻ തെറാപ്പി ടെക്നിക് ആണ് കേട്ടോ. IPPB എന്നാണ് പറയാ, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഓക്കെ, അടുത്തതാണ് IUD. എന്താണ് IUD? IUD എന്ന് പറഞ്ഞാല് ഇൻട്രാ യൂട്രൈൻ, ദാറ്റ് മീൻസ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് കേട്ടോ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ് IUD. ഇൻട്രാ യൂട്രൈൻ അഥവാ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാല് എന്താണ്, ഒരു പ്ലാസ്റ്റിക് ടീ ഷേപ്ഡ് ഡിവൈസ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ടീ ഷേപ്ഡ് ഡിവൈസ് ആണ് ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. ഈ മനസ്സിലായോ? IUD കേട്ടോ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്, കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് കേട്ടോ. അതായത് ഗർഭനിരോധനത്തിനായിട്ട് കോപ്പർ ടീ നമുക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ കോപ്പർ ടീ ഇല്ല, കോപ്പർ ടീ അതന്നെ കറക്റ്റ് ആണ്. കോപ്പർ ടീ കേട്ടോ, അതാണ് ടീ ഷേപ്ഡ് ആണ്. സോ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ് കേട്ടോ IUD. IV എന്താണ്? ഇൻട്രാവെനസ് കേട്ടോ. ഇൻട്രാവെനസ് നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. IV ആന്റിബയോട്ടിക്, IV ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻട്രാവെനസ്. അടുത്തതാണ് JVD. എന്താണ് JVD? JVD എന്ന് പറഞ്ഞാല് ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. എന്താണ്? ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. ഓക്കെ, അതായത് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ജുഗുലാർ വെയിൻസ്, അതായത് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തുള്ളൊരു കട്ടിയുള്ള വെയിൻ, അവിടെ അനുഭവപ്പെടുന്ന പ്രഷറാണ് ഈ ബ്ലഡ് പ്രഷർ. എന്താ പറയാ, ബ്ലഡിന്റെ പ്രഷറിൽ വരുന്ന ഒരു വേരിയേഷൻ കണ്ട് അതിവിടെ ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ, അവിടെ ഇങ്ങനെ തടിച്ചു വരാൻ തുടങ്ങും. നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള ആ വെയിൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബൾജ് ചെയ്തൊക്കെ വരാൻ തുടങ്ങും. പ്രഷർ കൂടുമ്പോൾ വരുന്നതാണ് ആ ഒരവസ്ഥയാണ് കേട്ടോ JVD, ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. അടുത്തതാണ് K പ്ലസ് ഒന്നുമില്ല കേട്ടോ, K എന്ന് മാത്രം മതി. K എന്താണ്? പൊട്ടാസ്യം. എന്താണ്? പൊട്ടാസ്യം. ഓക്കെ, സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. പൊട്ടാസ്യം എന്നതിന്റെ സിമ്പൽ ആണ് K. അടുത്തതാണ് KCl. KCl എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. KCl എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. ഇന്ദുപ്പ് എന്നൊക്കെ പറയില്ലേ, ഇന്ദുപ്പ്, അതന്നെ KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. kg, ക്യാപിറ്റൽ K സ്മോൾ G, കിലോഗ്രാം. എന്താണ്? കിലോഗ്രാം. ഓക്കെ, അടുത്തതാണ് KUB. മൂന്നും ക്യാപിറ്റൽ ആണ്. KUB ഏതൊക്കെയാണ്? കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, KUB എന്താണ്? കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ എന്നതിന്റെ അബ്രിഗേറ്റഡ് ഫോം ആണ് KUB. അടുത്തതാണ് KVO. എന്താണ്? KVO, കീപ് വെയിൻ ഓപ്പൺ. എന്താണ്? കീപ് വെയിൻ ഓപ്പൺ. വെയിൻ ഓപ്പൺ ആക്കി വെക്കുക, കീപ് വെയിൻ ഓപ്പൺ. KVO. ഓക്കെ, എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ലിറ്റർ ആണ് കേട്ടോ. ലിറ്റർ.
അടുത്തതാണ് LAC. എന്താണ് LAC കേട്ടോ? ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. രണ്ടെണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ ലാസറേഷൻ, അല്ല ലാസറേഷൻ എന്ന് വെച്ചാൽ മുറിവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലെങ്കിലോ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ടില്ലേ, താക്കോൽദ്വാര ശസ്ത്രക്രിയ, അത് തന്നെ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി കേട്ടോ, കോളക്ടമി. LBS എന്താണ്? പൗണ്ട് ആണ് കേട്ടോ, പൗണ്ട്. LBS പൗണ്ട് മെഡിക്കൽ. ഓക്കെ, അടുത്തതാണ് LE. LE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ലോവർ എക്സ്ട്രിമിറ്റി അഥവാ ലെഫ്റ്റ് ഐ ലൂപ്പസ് എന്താണ്? എറിത്രിമാറ്റോസസ്. ഓക്കെ, ലൂപ്പസ് എറിത്രിമാറ്റോസസ്. അപ്പൊ 3 എക്സ്പാൻഷൻ ആണ് വരുന്നത്. ലോവർ എക്സ്ട്രിമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ടു ടോയ്, അതായത് നമ്മുടെ ലോവർ ഭാഗം, നമ്മുടെ ബോഡിയിലെ ലോവർ ഭാഗം വെച്ചാൽ ഹിപ്പ് ഉണ്ടല്ലോ, ആ തൊടയുടെ ഭാഗം തൊട്ട് ടോ വരെയുള്ള ഭാഗം, അതായത് നമ്മുടെ കാലിലെ തള്ളവിരല്, കാലിന്റെ തൊട തൊട്ട് കാലിന്റെ തള്ളവിരല് വരെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഹിപ്പ് ടു ടോ, ആ ഭാഗമാണ് കേട്ടോ ലോവർ എക്സ്ട്രിമിറ്റി. ലെഫ്റ്റ് ഐ പിന്നെന്താണ്? ലൂപ്പസ് എറിത്രിമാറ്റോസസ്. അത് വന്നിട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഈ പറയുന്ന ലൂപ്പസ് എറിത്രിമാറ്റോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് LLL. LLL എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ ഫോം ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് കേട്ടോ, ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്, LLL. ഓക്കെ, അടുത്തതാണ് LLQ. LLQ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. എന്താണ്? ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓക്കെ, LLQ. അടുത്തതാണ് L/M. L/M എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ് കേട്ടോ. എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ്, L/M. അടുത്തതാണ് LMP. LMP ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് കേട്ടോ, ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്, അതാണ് LMP. അടുത്തത് LOC. LOCയുടെ എക്സ്പാൻഷൻ എന്താണ്? ലെവൽ ഓഫ് കോൺഷ്യസ്നസ് അഥവാ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. രണ്ടും പറയാം കേട്ടോ. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ നമ്മൾ LOC എന്നാണ് പറയാ, അല്ലെങ്കിൽ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. അടുത്തതാണ് LPM. LPM എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ്, എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തതാണ് LPN. LPN എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്. എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്, LPN. ഓക്കെ, അടുത്തതാണ് LR. LR എന്ന് പറഞ്ഞാൽ ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ് ആണ് കേട്ടോ. എന്താണ്? ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ് ആണ്. ഈ IV മെഡിക്കേഷൻ ആണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇൻട്രാവെനസ് മെഡിക്കേഷൻസിലെ മരുന്നുകൾ, അതിനെ നമ്മൾ പറയുന്നതാണ് ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ് എന്നാണ് കേട്ടോ പറയാ. ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ്. ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, സൊല്യൂഷൻ ഓഫ് IV മെഡിക്കേഷൻ, നമ്മൾ അങ്ങനെ തൂക്കിയിടില്ലേ IV കൊടുക്കുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ മുകളിൽ കെട്ടി തൂക്കില്ല, ആ സംഭവമാണ് കേട്ടോ ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ LPN ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്. ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്തത് 147, 152, 153, 161, 164. ഓക്കെ, അടുത്തത് കേട്ടോ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം. മടുത്തോ നിങ്ങൾക്ക്? മടുപ്പ് തോന്നുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, നല്ലോണം ഓക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യേ, നമുക്ക് ഈ ഒരു പേജ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു പേജ് ഒന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് 166 തൊട്ട് 188 വരെയാണ് കേട്ടോ, 188 വരെയാണ്. ചെറുതായിട്ടല്ല വലുതായിട്ടല്ല ബോറടിക്കും. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അബ്രിവിയേഷൻസ് ഇതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. 173 ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ബാക്കി പറയാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇതിലുള്ളതൊന്ന് മാർക്ക് ചെയ്യാം. 173 കേട്ടോ, 173 മാർക്ക് ചെയ്യാം. 173, 174, 175, 179, 179, 184, 184, 187, 187, 188, 188.
എന്നോട് പറയാണ് 173, 173, 174, 175, 179, 184, 187, 188. ഓക്കെ, കിട്ടിയില്ലേ? വായിക്കട്ടെ? ബോറടിക്കോ നിങ്ങക്ക്? വേറെ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യണോ അത്? ഓക്കെ, ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറച്ച് പറയാം, ഒരു 5 എണ്ണം പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. 166 LSD എന്ന് പറഞ്ഞാല് ലിസർജിക് ആസിഡ് ഡൈഈഥൈൽ അമൈഡ് കേട്ടോ. എന്താണ് ലിസർജിക് ആസിഡ് ഡൈഈഥൈൽ അമൈഡ് ആണ്. അതായത് നമ്മൾ ആൽക്കഹോളിസത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയാ, ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് കേട്ടോ ലിസർജിക് ആസിഡ് ഡൈഈഥൈൽ അമൈഡ്, LSD. അടുത്തതാണ് LUL. LUL എന്താണെന്ന് അറിയോ? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. നേരത്തെ നമ്മളൊരു സംഭവം പഠിച്ചിരുന്നു, LLL, ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് LUL, ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. ഓക്കെ, അടുത്തതാണ് LUQ. LUQല് ഒരു തിരുത്തുണ്ട് കേട്ടോ, തിരുത്തി വെക്കാം. ലെഫ്റ്റ് അപ്പർ ലോബ് അല്ല, ക്വാഡ്രന്റ് എന്നാണ് കേട്ടോ. ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ്, QUARDRANT, ക്വാഡ്രന്റ്. അങ്ങനെ എഴുതി വെക്കാം കേട്ടോ. ലോബ് വെട്ടാം, ലോബ് വെട്ടിയിട്ട് ക്വാഡ്രന്റ് എന്നാക്കാം. QUARDRANT, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ലങ് അല്ലാട്ടോ, അബ്ഡോമൻ ആണ്. അങ്ങനെയും കൂടെ ഒന്ന് തിരുത്താം. LUQ ആണ് ഞാൻ പറഞ്ഞത്, 168 LUQ, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമൻ, ഓക്കെ, ലങ് അല്ല, അബ്ഡോമൻ. അടുത്തതാണ് LVN. LVN എന്താണ്? ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. എന്താണ്? ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. M എന്താ? സ്മോൾ m, മീറ്റർ. മീറ്റർ മതി മതി, നിർത്തിക്കോ. M എന്താണ്? മീറ്റർ. ഓക്കെ, ഇത്രയും മതി, തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു മാം. മാം പെട്ടെന്ന് പോയിക്കൊള്ളുന്നു അല്ലേ? ഓക്കെ, ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.